ഈ കൈകളിന്നു പതിയെ ഈ ശബ്ദമിന്നുറക്കേ ചങ്കൂറ്റമെനിന്ധനം നമ്മിലൊരുമയൻ പിൻഫലം നീ കരുതിയിരിക്കണം വരുന്നുണ്ടിവിടൊരു വിപ്ലവം പങ്കുവെക്കാം സങ്കടം കൈകോർക്കാൻ സമ്മതം ഇനിയൊന്നായി നീങ്ങണം വരുന്നുണ്ടിവിടൊരു വിപ്ലവം ഞാൻ ഹിന്ദുവല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല പേരും മനുഷ്യൻ മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരത്താൻ ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം സ്നേഹം എന്റെ മതം എന്റെ ജാതിയാനും മനുഷ്യത്വം 100 വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം ഇവന്റെ കൂട്ടരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ എനിക്ക് വഴങ്ങിൽ അടിമത്തം പേടി ശബ്ദം അടുത്തു വരുന്നു മന്ദം എനിക്കൊപ്പം കയ്യിലേന്ത് തീ വർഗീയത തുലയട്ടെ നമുക്കൊപ്പം ജ്വലിക്കട്ടിവിടെ ചേരി മൊത്തം പൂർവികരുടെ വാളിൽ മൂർച്ച അളക്കം എന്റെ വാക്കിൽ സാഹോദര്യം നെഞ്ചിൽ ചേർത്ത മണ്ണു കാൽച്ചുവട്ടിൽ ആ മണ്ണു കയ്യിലേന്തി നെഞ്ചിൽ ചേർത്ത് വച്ചു ദൈവത്തിന്റെ നാട്ടിൽ നേതാക്കളുടെ കയ്യിലാണ് ലഹളകളുടെ ചാവികൾ കളുടെ കഴുത്തിലങ്ങു ചാർത്തി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മാനുഷികനായി ആരുമില്ല നമ്മൾ തന്നെ തിരിച്ചെടുക്കണം നമ്മുടെ മണ്ണിന്റെ ശാന്തി ഇവിടെ ചട്ടങ്ങൾ മാറി നിരപരാധി ഇന്നപരാധി ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹി തീവ്രവാദി അറിഞ്ഞു വെച്ച നീ നമ്മിലെ ഒരുമ മാത്രമാണ് ബാക്കി അതാണ് നമ്മുടെ ശക്തി അതിലാണ് നമ്മുടെ ഭാവി ഒരുമയാണ് നമ്മുടെ ശക്തി ചങ്കൂറ്റമെനിന്ധനം നമ്മിലൊരുമയൻ പിൻഫലം നീ കരുതിയിരിക്കണം വരുന്നുണ്ടിവിടൊരു വിപ്ലവം പങ്കുവെക്കാം സങ്കടം കൈകോർക്കാൻ സമ്മതം ഇനിയൊന്നായി നീങ്ങണം വരുന്നുണ്ടിവിടൊരു വിപ്ലവം പോസ്റ്റ് മ്യൂസിക് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും മറ്റൊരു പുതിയ സ്ട്രീമിലേക്ക് സ്വാഗതം. എന്നാലും ജസ്റ്റ് ഇപ്പോൾ മാച്ച് തുടങ്ങിയിട്ടില്ല. എന്നാലും 3 പേര് കാണുന്നുണ്ട്. ഒന്ന് ചാനലല്ല ലൈവ് ലിങ്ക് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാനാണ്. എന്തായാലും പ്ലേയേഴ്സൊക്കെ ജോയിൻ ആവുന്നുണ്ട്. 52 പേര് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടീംസിനെ നോക്കാം. ടീം നമ്പർ 25 ഉമേഗയുടെ സ്ലോട്ടാണ്. ഉമേഗയുടെ ഒരൊറ്റ പ്ലെയറെ വന്നിട്ടുള്ളൂ. ഇനി 3 പേര് കയറാനുണ്ട്. എന്തായാലും അവർ കയറാതെ ഇവിടെ പോകാൻ. എന്തായാലും ടീം നമ്പർ 24 മാർസിൻ്റെ 3 പേര് എത്തിയിട്ടുണ്ട്. ഒരാളുടെ വരാനുണ്ട്. ടീം നമ്പർ 23 ഇസ്റ്റഡാറമിൽ 4 പേര് ഓക്കെ വന്നിട്ടുണ്ട്. ടീം നമ്പർ 22 ക്രൗഡിൽ 2 പേര് വന്നിട്ടുണ്ട്. ടീം നമ്പർ 21 R2Dൻ്റെ സ്ലോട്ടല്ലേ? അതെ, R2Dൻ്റെ 3 പേര് വന്ന് നിൽപ്പുണ്ട്. MMXലെ 3 പേര് സ്ലോട്ട് നമ്പർ 20 വന്നിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 19 MRLS അതെ MRLS 2 പേരെ വന്ന് നിൽപ്പുണ്ട്. C43 4 പേര് സ്ലോട്ട് നമ്പർ 18 സ്ലോട്ട് നമ്പർ 17 LT 4 പേരുണ്ട്. സ്ലോട്ട് നമ്പർ 16 FND അല്ലേ? FNDR അതാണ് FNTR 4 പേര്. FNDR 4 പേര് സ്ലോട്ട് നമ്പർ 16 C4 4 പേര് സ്ലോട്ട് നമ്പർ 15. ഇവിടെ വേറൊരു C4 ഞാൻ കണ്ടല്ലോ. C4 ഇല്ലായിരുന്നു വേറെ. C4 3 ആണ്. ഇവിടെ C4 മാത്രമേ ഉള്ളൂ. എന്തായാലും C4 4 പേര് സ്ലോട്ട് നമ്പർ 15 നിൽപ്പുണ്ട്. B4M ആണോ എക്സൈറ്റ് ആണോ? ഏതാ? എക്സൈറ്റില്ലേ? അതെ, എക്സൈറ്റ് 4 പേര് സ്ലോട്ട് നമ്പർ 14 സ്ലോട്ട് നമ്പർ 13 MT. സ്ലോട്ട് നമ്പർ 12 ആരും വന്നിട്ടില്ല. എന്തായാലും വരും എന്ന് വിചാരിക്കുന്നു. സ്ലോട്ട് നമ്പർ 11 ഫെയ്ത്തിലെ 4 പേര് നിൽപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 10 ആരും വന്നിട്ടില്ല. സ്ലോട്ട് നമ്പർ 9 ടീം RDZ 4 പേര് നിൽപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 8 ടൈക്കോയിൽ 4 പേര് വന്ന് നിൽപ്പുണ്ട്. ചെക്കന്മാർ സെറ്റായിട്ട് നിൽപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 7 ഗോർക്കയിൽ 4 പേര് വന്നിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 6 കൊമിക്കിൽ 2 പേരെ കയറിയിട്ടുള്ളൂ.
2 പേര് ഇവിടെ വരാനുണ്ട്. സ്ലോട്ട് നമ്പർ 5 ബ്രെയിനിലെ 4 പേര് വന്ന് സെറ്റായി നിപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കയറുകയാണോ എന്തോ? ഒമ്മയ്ക്കൽ ഒരു പ്ലെയർ അങ്ങ് അറ്റത്തിക്കണേ. എന്തായാലും ചെക്കൻ സ്ലോട്ടിൽ വല്ലതും കയറുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും 65 പേര് കയറിയിട്ടുണ്ട്. കൊമിക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അല്ല, എന്തായാലും ഡിബു മാക്സിമം ലൈവ് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനൊന്ന് ചേട്ടനോട് പറയാം, വെയിറ്റ്. എന്തായാലും എന്തായാലും മാച്ച് വൈകാതെ തുടങ്ങും. 67 പേര് ജോയിൻ ആയിട്ടുണ്ട്. എന്തായാലും ബാക്കി പ്ലേയേഴ്സ് വൈകാണ്ട് ജോയിൻ ആവും. എന്തായാലും ഡിബു സയേഷയുടെ ലൈവ് ലിങ്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് വാടാ. എനിക്ക് എന്തിനാ വെറുതെ ഒരു 2 hours എന്നൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ തരണേ. ദിസ് ഈസ് ലൗലി. എന്തായാലും നമ്മളിപ്പോൾ എത്ര പേര്? ആരുമില്ലേ, ഞാൻ ഒറ്റയ്ക്കാണോ? അയ്യോ, വാച്ചിങ്ങിൽ ആരെയും കാണാനില്ലേ, എല്ലാവരും എവിടെയൊക്കെയോ പോയി. 1K ഗീവ് അവേ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ടെടാ. ഇല്ലടാ, ഗീവ് അവേനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. ഇപ്പോൾ 1Kയിൽ ഗീവ് അവേ ഒക്കെ നടത്തുന്ന സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ. ഗീവ് അവേ എന്തെങ്കിലും കയ്യിൽ വല്ലതും മുടക്കണ്ടേ? ലോക്ക്ഡൗണും സീനൊക്കെ ആയതുകൊണ്ട് ആകെ ഫുള്ള് പെട്ടിരിക്കുവാണ് മുത്തേ. എന്തായാലും ഞാൻ ഇതുവരെ 1Kയിൽ ഗീവ് അവേനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് 1Kയുടെ അടുത്തെത്തുമെന്ന് വിചാരിച്ചത് പോലുമല്ല. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. പൊട്ടറ്റോ കോമിക്ക് വരുന്നുണ്ട്. എന്തായാലും ബാക്കി ടീംസിലെല്ലാവരും കയറുന്നുണ്ടോ? ബാക്കി എല്ലാ ടീമും സെറ്റായി നിൽപ്പുണ്ട്. അതാ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. 11:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 11:30 തന്നെ മാച്ച് തുടങ്ങും. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ ടീം ഏതൊക്കെ ഫ്ലോറിലുണ്ട്. എന്തായാലും എത്ര പ്ലേയേഴ്സ് ജോയിൻ ആയെന്ന് ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് അതുകൂടെ നോക്കാം. സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? മൈക്കിൽ നിന്ന് സൗണ്ട് ഉണ്ടല്ലോ.
ഇപ്പൊ കേക്കാവോ എന്ന് വിചാരിക്കുന്നു. അതോ ഗോർക്ക അടിക്കുന്നുണ്ട് ക്രൗഡില് ഗോർക്ക അടിക്കുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 3 ടീമാ ഉള്ളത്. 3 ടീം അതാ കളിക്കി അടിക്കുന്നുണ്ട്. മോർഫസിനെ അടിച്ച് കൺഫേം ആക്കുന്നുണ്ട്. മോർഫസിനെ നോക്ക് ആക്കുന്നുണ്ട്. ഫെയ്ത്തിലെ ഗ്ലിച്ച് ഇല്ല, കൺഫേം ആക്കില്ല. നോക്ക് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അത് മറ്റേ പുതിയ ഗണ്ണൊക്കെ വെച്ചിട്ടാണ് ചെക്കൻ നോക്ക് ആക്കുന്നത്. മോർഫസ് കോമിക് നോക്കാണ്. മുകളിൽ പൊട്ടറ്റോ ഉണ്ട്. അതാ പൊട്ടറ്റോ എടുക്കാൻ വരുന്നുണ്ട്. ഫെയ്ത്ത് ഗ്ലിച്ച് അതാ കേറി അടിക്കാനായിട്ട് വരുന്നുണ്ടോ. MPK അല്ലേ കണ്ട പേര്, വാഴ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്നാ ഇതെന്തോ എന്റെ ലൈവ് കാണാൻ ആരുമില്ല. ആരെങ്കിലും ഒക്കെ ചെന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തായാലും ഗ്ലിച്ച് ഫെയ്ത്ത് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. കൺഫേം ആക്കുന്നില്ല. ഇവിടെ ഗൊറോക്കയിൽ 3 ടീം. മോർഫസ് കൊമിക്കിന് റിവൈവ് എടുത്തിട്ടുണ്ട്. ചെറുക്കൻ ബാൻഡേജ് ഒക്കെ അടിക്കുന്നുണ്ട്. ചെറുക്കന്റെ കയ്യിൽ M762 ആണ് കേട്ടോ ഉള്ളത്. ഇവിടെ 3 ടീം ഗൊറോക്കയിൽ നമുക്ക് ടൈക്കോയിൽ നോക്കാം. ടൈക്കോ പാടത്തിന്റെ കയ്യിൽ മറ്റേ PP ബൈസനാണ്. 53 PP ബൈസനും G36യുമാണ് ടൈക്കോ പഴത്തിന്റെ കയ്യിൽ. ടൈക്കോ ടീമൊക്കെ ഇവിടെ കുറച്ചൊക്കെ ബാക്ക് ഇറങ്ങി. അവർ സേഫ് ആണ്. അവർക്ക് വേറെ സീനൊന്നും ഇല്ല. 2 ടീമിന്റെ ഇടയ്ക്ക് പെട്ടുപോയത് കൊമിക്കാണ്. കൊമിക്ക് 2 പ്ലെയർ മാത്രമേ ഉള്ളൂ. അതാ ഇസഡാറും ഡെവിളിനെ നോക്കാക്കുന്നു. ഇസഡാറും ടീമിനെ നോക്കട്ടെ. ഇസഡാറും ടീമിനെ നോക്കുന്നു. അയ്യോ, MRLS വെള്ളത്തിലൊക്കെ വീണ് ചത്തിട്ട് പോയിട്ടുണ്ട്. ഇസഡാറമ്മിന്റെ അവിടെ 2 പേര് ഡെവിളും കൽക്കിയും കൺഫേം ആവുന്നുണ്ട്. ഇവരെവിടെയാ ഫൈറ്റ് എടുത്തേ? എന്താ ഇവര് ഒറ്റയ്ക്കാണല്ലോ. എവിടെയോ ഒറ്റയ്ക്ക് പോയി ചത്തിട്ടുണ്ട്. അവിടെ FNOR എയറിസ് ഒക്കെ തുള്ളിച്ചാടി നടപ്പുണ്ട്. എന്തായാലും ഇവിടെ അല്ല കേട്ടോ. ഇവിടെ 4 പേര് സീനില്ല. അവര് തുള്ളിച്ചാടി നടപ്പുണ്ട്. പൊട്ടറ്റോ കൊമിക്ക് നോക്കായിട്ടുണ്ട്. ആസ്ട്രിക് ഫേസ് ആണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് പൊട്ടറ്റോ കൊമിക്കിനെ നോക്കാം. അതാ കോഡ് ഫിഷ് വീണിട്ടുണ്ട്. മോർഫസ് ഒറ്റയ്ക്ക്. മോർഫസ് എവിടെ? മോർഫസിനെ നോക്കാം. 1v4 സിറ്റുവേഷൻ ആണ്. മോർഫസ് എവിടെ? മോർഫസിനെ കാണാനില്ല. ഫെയ്ത്തിലെ ചെക്കന്മാരെയാണ് ഇടിച്ചു കൊല്ലുന്നു. കോഡ് ഫിഷിനെ ഇടിച്ചു കൊല്ലുന്നു. മോർഫസ് തോംസനും M762 ആയിട്ട് കയറുന്നുണ്ട്. എന്നാലും മോർഫസ് 1v4 സിറ്റുവേഷൻ ആണ്. പൊട്ടറ്റോയും കോഡ്ഫിഷിനെ കൺഫേം ആക്കി വിടുന്നുണ്ട്. 1v4 സിറ്റുവേഷൻ. ഫേസിലെ പിള്ളേർ കയറി വരുന്നുണ്ട്. ചാടി അടിക്കുന്നുണ്ട്. മോർഫസ് കോമിക്കിനെ ഫേസിലെ പിള്ളേർ അഞ്ച് കൺഫേം ആക്കുന്നുണ്ട്. എന്നാലും മോർഫസ് ഒരു നോക്ക് ഇട്ടായിരുന്നു. ആ ഒരു അവസരം മുതലെടുത്ത് ടൈക്കയിലെ പിള്ളേര് കയറി വരുന്നുണ്ട്. ടൈക്കയിലെ പിള്ളേരെ നമുക്ക് നോക്കാം. ഇവിടെ ഫെയ്ത്തില് 4 പേരും നിൽക്കുന്നുണ്ട്. 4 പേര് സ്റ്റിൽ സ്റ്റാൻഡിങ് ആണ്. MRLS കാണിക്കോ ചോദിക്കുന്നുണ്ട്. ബ്രോ സ്ലോട്ട് നമ്പർ ഒന്ന് പറയൂ ബ്രോ, എന്നാ പെട്ടെന്ന് കാണിക്കാം. C43യിലെ ചെക്കന്മാർ അടിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ അങ്ങോട്ടൊക്കെ പോവുക. അതാ C43യിലെ ചെക്കൻ RD ക്യാപ്റ്റൻ ഉച്ചയായിട്ട് നോക്കാക്കുന്നുണ്ട്. MRLS അടിക്കുന്നുണ്ട്. MRLS സ്ലോട്ട് നമ്പർ എത്രയാണ്? MRLS എവിടെ? MRLS അവിടെ അടിക്കുന്നുണ്ട്. MRLS നിക്സിന്റെ കയ്യില്. പിന്നെ എന്താ, നിക്സ് ഒറ്റയ്ക്കാണോ? ആഹാ, ഇവിടെ കൊള്ളാലോ. നിക്സ് ഒറ്റയ്ക്കാണ്. MRLS ബാക്കി 2 പേര് ഇവിടെ ഉണ്ട്. കേറി അടിക്കുന്നുണ്ട്. MRLS ഫാസ് അടിക്കുന്നുണ്ട്. ഫാസ് കേറി തുള്ളിച്ചാടി പോകുന്ന മാത്രമേ ഉള്ളൂ. അടിക്കുന്നില്ല. 19 എന്ന് പറയുന്നുണ്ട്. ഹാക്കർ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നല്ല, എന്തായാലും ഇവിടെ കൺഫേം ആക്കുന്നുണ്ട്. MRLS ഫാസ് കൺഫേം ആക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ബാക്കിലോട്ട് പെറ്റോ ബാക്ക് ഇറങ്ങുന്നു. പെറ്റോ MRLS പെറ്റോ അടുത്ത കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എന്നാലും ഇവിടെ വേറെ ടീമില്ലേ. ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 പേര് ഇവിടെ 2 പേരും ഡൂ ആയിട്ട് മാസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഒരു വൈപ്പറിനെ നഷ്ടമായിട്ടുണ്ട്. സെഡ് എന്ന് പറയുന്നുണ്ട്. സെഡായി. കൊമിക്കിലെ പിള്ളേർ സെഡ് ആയിട്ടുണ്ട്. ഇനി ടൈക്കോ പഴം അടിക്കുന്നുണ്ട്. ടൈക്കോ പഴം അവിടെ അടിക്കുന്നുണ്ട്. ഇസഡാറം ഓപ്പി വീഴുന്നുണ്ട്. ടൈക്കോ പഴം അവിടെ നോക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും 3v4 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. എന്തായാലും ഒരു നോക്കുള്ള അഡ്വാൻറ്റേജ് ഒരു കേറുമില്ലേ നോക്കാം. ടൈക്കോ പഴം ലെഫ്റ്റ് ഒക്കെ കറങ്ങുന്നുണ്ട്. അവിടെ നെയ്ടെ കയറുന്നുണ്ട്. രണ്ടാമത്തെ നോക്ക് ഇടുന്നുണ്ട്. ഫെയ്ത്തില് 2 നോക്ക് ഉണ്ടെന്ന് കരുതി തന്നെ ടൈക്കയിലെ പിള്ളേര് തുള്ളിച്ചാടി പോകുന്നുണ്ട്. കേറി അടിക്കാനാണ് ഉസ്സിയും കൊണ്ട് ടൈക്കോ പഴം അടുത്ത നോക്ക് ഇട്ടിട്ടുണ്ട്. ഉസ്സി G36 ഇട്ടാണ്. G36 ഇട്ടാണ് നോക്കിട്ട്. ടൈക്കോ പഴം OP ആയിട്ട് നിൽക്കുന്നത്. ടൈക്കോ പഴം 3 നോക്ക് ഇട്ടിട്ടുണ്ട്. ഒറ്റ പ്ലെയർ മാത്രം ഗ്ലിച്ചിനെയും തീർത്തിട്ടുണ്ട്. ടൈക്കോ ടീം OP ആയിട്ട് നിൽപ്പുണ്ട്. ഗൊറോക്കയിൽ നിന്നും പോകുന്നത് ടൈക്കോ ടീം മാത്രമായിരിക്കും. അതും ഒരു പ്ലെയറിനെ പോലും നഷ്ടമാവാതെ 4 പ്ലെയർ നിന്നുകൊണ്ടാണ് ടൈക്കോ ടീം ഗൊറോക്ക വിടുന്നത്. എന്തായാലും ചെക്കന്മാര് 4 ടീം ഗിൽസുമായിട്ട് സീനിൽ നിൽപ്പുണ്ട്. ഇവിടെ ഒരാൾക്കൂട്ടം. ടീം നമ്പർ 7 വേഴ്സസ് ടീം നമ്പർ 5 ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. 5 പേര്. അദ്വൈത ചുടാ ഹലോ എന്ന് പറയുന്നുണ്ട്. ഹലോടെ വെൽക്കം ടു ദ ടീം ഡാ.
5 പേര് ലൈവ് വാച്ചുന്നുണ്ട്. ലൈവ് വാച്ച് ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതാ പി ബൈസിനും കൊണ്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ടീം നമ്പർ 5 vs ടീം നമ്പർ 7 ഫൈറ്റ് കിടക്കാനാണ് ചാൻസ്. ഇത് സ്ഥലത്തിന്റെ പേര് ഞാൻ വായിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വായിച്ച് വല്ല കന്നന്തിരി എന്തിനാണ് വെറുതെ വായിച്ച് കേൾക്കുന്നത്. എന്തായാലും ഗോർക്ക വേഴ്സസ് ബ്രെയിൻ അല്ല പിള്ളേരുടെ ഫൈറ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. കോഡ് ഫിഷ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് ഫിഷ് മുതൽ വെൽക്കം ചെയ്യണ്ട. ഫെയ്ത്ത് എന്നെ ഇടിച്ചു കൊന്നു എന്ന് പറയുന്നുണ്ട്. ഫെയ്ത്ത് ഒക്കെ ഇടിച്ചാണ് കൊന്നത്. ഫെയ്ത്ത് ചത്തേ എന്നൊക്കെ പറയടാ ഹലോ പറയുന്നുണ്ട്. ഹിഷി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നാലെ എന്നാലും ടീം നമ്പർ 7 vs ടീം നമ്പർ 5 ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കിഡ് ബ്രെയിൻ ഇവിടെ തോംസനും ജോർജനുമാണ് ക്കുന്നുണ്ട്. വരുവാണെങ്കിൽ 1v1 വാടാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടത്തെ കാര്യമല്ല മോനോസ്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ടീം നമ്പർ 7 vs ടീം നമ്പർ 5 ഫൈറ്റ് ആണ്. ബ്രെയിനിലെ കിട്ട് നിപ്പുണ്ട്. തൊട്ട് ബാക്കിന്ന് പനിഷറാണോ? യെസ് പുനിഷർ. യെസ് പനിഷർ ദാ വരുന്നുണ്ട്. പനിഷർ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയാണ് ചെറുക്കന്റെ കയ്യിലും. തൊട്ടപ്പുറത്ത് ക്ലൗഡ് നിപ്പുണ്ട്. ക്ലൗഡിനെ കണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ആളുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ പരസ്പരം കണ്ടിട്ടില്ല കേട്ടോ. പരസ്പരം കണ്ട അപ്പൊ രണ്ടുപേരും അടിയാണതാ. നോക്കെടുത്തിരിക്കുന്നു. ബ്രെയിനെക്സിലെ ചെക്കൻ BTCയിലെ ഒരു പ്ലെയറിനെ നോക്കെടുത്തിട്ടുണ്ട്. ഇനി അതാ കിഡാണോ അടിക്കുന്നത്? ആരൊക്കെ അവിടെ കിടന്ന് അടിക്കുന്നത്? എന്തായാലും 3 പേരുണ്ട്. ബ്രെയിനിലെ എത്ര പേര്? ബ്രെയിനിലെ 4 പേരും ഗോർക്കയിൽ 3 പേരുമാണ് ഇപ്പൊ ഉള്ളത്. ഒരാള് നോക്കാണ്. അയാളെ റിവൈവ് എടുക്കാൻ പറ്റോ ഇല്ലെന്നുള്ള കാര്യം ഡൗട്ടാണ് കേട്ടോ. എന്തായാലും ചെറുക്കനെ കൺഫേം ആക്കിയിട്ടുണ്ടോ? കൺഫേം ആക്കിയിട്ടില്ലെന്നാ തോന്നുന്നു. എന്തായാലും അതാ പടിസ്റ്ററിനെ നോക്കാക്കിയിട്ടുണ്ട്. ക്ലൗഡ് ആണ് നോക്കാക്കിയത്. ക്ലൗഡ് ഓപ്പി ആയിട്ട് അടിച്ചിട്ടുണ്ട്. അതാ അവിടെ കിഡ് അടിക്കുന്നുണ്ട്. കിഡിന് M4 ഇട്ടൊക്കെ അടി വരുന്നുണ്ട്. പടിസ്റ്ററിനെ കൺഫേം ആക്കി വിടുന്നുണ്ട്. കിഡ് തോംസനും കൊണ്ട് തുള്ളി ചാടി പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് 3 പേരുണ്ട്. 3v3 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അതായത് എടുത്തിട്ടുണ്ട്. റീലോഡ് ചെയ്ത് ചെക്കൻ തെറ്റായി പ്ലെയറിനെയും കണ്ട് ചെക്കൻ ഓപ്പി. കിഡ് ബ്രെയിൻ ഓപ്പി. ഇതാ തുള്ളിച്ചാടി പോകുന്നു. 2 നോക്ക് ഷോട്ട് കണ്ടിട്ട് ഫിനിഷ് ചെയ്യുന്നു. ലാസ്റ്റ് പ്ലെയർ കിഡ് ബ്രെയിൻ. എന്തുവാ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? എന്തായാലും ബ്രെയിൻ ടീം നൈസ് ആയിട്ട് ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗോർക്ക ടീം ഈസ് നോ മോർ. എന്തായാലും ബ്രെയിൻ എക്സിലെ പിള്ളേർ നന്നായി കളിച്ചു. R2D റിബൽ അടിക്കുന്നുണ്ട്. റിബലിനെ ഒന്ന് കണ്ടിട്ട് വരാം. റിബലിനെ നോക്കട്ടെ. ഈ റിബൽ എവിടെ? റിബൽ അടിക്കുന്നുണ്ട്. റിബൽ സ്മോക്ക് ഒക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാ സ്മോക്ക് ഒക്കെ എറിയുന്നുണ്ടോ? എന്തായാലും ടീം നമ്പർ 8 vs ടീം നമ്പർ 21 ടൈക്കോ vs R2D ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ടൈക്കോയിലെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ടൈക്കോയിലെ അക്കു BTC ഇവിടെ കിടന്ന് നൊഴിഞ്ഞു പോകുന്നുണ്ട്. ഫെയ്ത്തിലെ ഏതേലും കോഡ്ഫിഷ് അതൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ടൈം ഔട്ട് വന്നിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. എന്തായാലും ചാറ്റില് വെറുതെ വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ട. എന്തായാലും ടീം നമ്പർ 8 vs ടീം നമ്പർ 21 ഫൈറ്റ് ആണ് നടക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ TTDയിലെ പിള്ളേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. TTDയിലെ പിള്ളേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. MRLS ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കാണിക്കാം ബ്രോ. ഉറപ്പായിട്ടും കാണിക്കാം MRLS പിള്ളേരെ. എവിടെ MRLS ടീം നമ്പർ 90 2 പേര് മാത്രമേ ഉള്ളൂ. ഫാസും നിക്സും മാത്രമേ ഉള്ളൂ. സ്ലോട്ട് 19 കാണിച്ചിട്ടുണ്ട് ബ്രോ. ഞാൻ നിങ്ങൾ ചോദിച്ചു ഉറപ്പായിട്ടും കാണിച്ചത്. 2 പേര് സീനില്ല ബ്രോ. അവര് സീനില്ല. സെറ്റ് ആയിട്ട് ഇതാ ഇവിടെ നിപ്പുണ്ട്. വില്ലേരിയൊക്കെ ലെഫ്റ്റ് ആണ്. പക്ഷെ എവിടെയൊക്കെ ഇതാ ഇവിടെ നിപ്പുണ്ട്. 2 പേര് നിപ്പുണ്ട്. മാർസിലെ ചെക്കൻ അടിക്കുന്നുണ്ട്. മാർസിലോട്ട് പോയി നോക്കാം. മാർസിലെ വെനം ഓൾമോസ്റ്റ് 10 HP മാത്രമേ ഉള്ളൂ. മാർസിലെ വെനം സോഡ് ഔട്ട് നോക്കായിട്ടുണ്ട്. മെനത്തിന് വണ്ടി കയറിയപ്പോ അടി വന്നിട്ടുണ്ടായിരുന്നു. ടീം നമ്പർ 20യുടെ നിന്നാണ് അടി വന്നത്. എന്തായാലും ടീം നമ്പർ 20 അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ടീം നമ്പർ 20 MMX ആണ്. MMX സോണിലോട്ടാണോ പോകുന്നത്? അതോ അവിടെ വല്ല നിർത്തിയിട്ട് അവർ അടിക്കാനാണോ അവരുടെ പ്ലാനിങ്? എന്തായാലും MMXലെ ഒരു പ്ലെയർ നോക്കാണ്. ചെറുക്കിനെ റിവൈവ് എടുക്കുന്നുണ്ട്. അവിടെ മാർസിലെ ഒരു പ്ലെയർ നോക്കാണ്. 2 പേരും അപ്പുറത്തും ഇപ്പുറത്ത് റിവൈവ് എടുത്തോണ്ട് നിൽക്കുവാണ്. എന്തായാലും 2 പേർക്ക് സോണിൽ പോയി തന്നെ ആവണം. MMXലെ ചക്ക പീക്ക് ചെയ്യുന്നുണ്ട്. ക്രാഷ് PP പീക്ക് വെനത്തിന് അടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്രാഷ് തലയിട്ടതും വെനം മാർസ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവര് പുഷ് ചെയ്യുമോ? ബീസ്റ്റ് മാർസ് റൈറ്റ് ഒക്കെ വണ്ടിയും കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആംഗിൾ പിടിക്കാനാണ് ചെക്കൻ. വണ്ടിയും കൊണ്ട് കുത്തിച്ചിട്ടുണ്ട്. ബീസ്റ്റ് മാർസ് PP ബൈസനും എടുത്തിട്ട് വണ്ടിയും കൊണ്ട് അതാ 6x ഒക്കെ ഇട്ട് സ്കോപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പൊ ഫൈറ്റ് ഇതാ മാർസിൽ 2 പ്ലെയർ എത്തിയിട്ടുണ്ട്. വൈപ്പർ MMXനെ നോക്കാക്കിയിട്ടുണ്ട്. കുട്ടപ്പന് ബാക്ക് നടി കിട്ടിയിട്ടുണ്ട്. ക്രാഷ് MMX ആണ് അടിച്ചത്. ക്രാഷ് MMX മല്ലു മാർസിനെ അടിക്കുന്നുണ്ട്. മല്ലു മാർസ് അത്യാവശ്യം ടാഗ്ഡ് ആണ്. എന്തായാലും അവിടെ C43 അടിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും നോക്കാം. അത് അടുത്ത നോക്ക് ബീസ്റ്റ് മാർസ് ക്രാഷ് MMXനെ നോക്കാക്കിയിരുന്നു. ഒരൊറ്റ പ്ലെയർ മാത്രം റിവൈവ് എടുക്കുന്നുണ്ട്. സോറി ഒറ്റ പ്ലെയർ അല്ല, 2 പ്ലെയർ സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണ്.
വണ്ടിയും കൊണ്ട് വീണ്ടും കുത്തിക്കുന്നോ വേറെ ആംഗിൾ പിടിക്കാനാണോ? അതെ, മാർച്ച് വണ്ടിയും കൊണ്ട് രണ്ടും കളിപ്പിച്ച് തന്നെയാണ്. വേറെ ആംഗിൾ പിടിക്കുന്നുണ്ട്. അത് അടുത്ത നോക്കിയിട്ട് ബീസ്റ്റ് മാർ സോഫിയായിട്ട് നിപ്പോണ്ട്. ബീസ്റ്റിന് ബാക്ക് നടി വരുന്നുണ്ടെങ്കിൽ ബീസ്റ്റ് എന്റെ പൊന്നോ ചെക്കൻ സെറ്റാണ്. ചെക്കൻ ഓപ്പാണ്. മല്ലു വാർത്ത അടുത്ത നോക്കി ഇടുന്നുണ്ട്. ഒരൊറ്റ പ്ലെയർ മാത്രം MMX ഒരൊറ്റ പ്ലെയർ മാത്രം. വൈപ്പറാണ്. വൈപ്പർ ഓൾമോസ്റ്റ് ചെക്കൻ ഹെൽത്ത് കുറവാണ്. മല്ലു മാർട്ടിനെ അടിക്കുന്നുണ്ട്. ലെഫ്റ്റ് എന്ന് നമ്മുടെ ബീസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബീസ്റ്റ് MMX സോറി ബീസ്റ്റ് ബീസ്റ്റ് അല്ലായിരുന്നോ? മല്ലു മാർട്ടിൻ നോക്കാണ്. മല്ലു മാർട്ടിനെ തൊടാനായിട്ട് ബീസ്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ വെനമും കുട്ടപ്പനും കൺഫേം ആയി പോയിട്ടുണ്ട്. എനിവേ നൈസ് ഗെയിം ആയിരുന്നു ഇവിടെ. എന്തായാലും ഈ സോണി നോക്കുമ്പോ 14 ടീം 40 അല്ലെ 3 ടീം സോണി കയറാൻ. ഇവിടെ ഡ്രോപ്പ് ഒക്കെ വീഴുന്നുണ്ട്. പ്ലെയർ ആണ് കേട്ടോ. പ്ലെയർ ഞാൻ നോക്കും ആദ്യം എന്തോ AWM M249 പിന്നെ ഓഫീസ് സാധനമാണ് AWM M249. എന്തായാലും പ്ലെയർ അടിച്ചത് എക്സൈറ്റിലെ പിള്ളേരാണ്. ടീം നമ്പർ 14 ആണ് പ്ലെയർ അടിച്ചത്. എന്തായാലും ചെക്കന്മാരുടെ അടുത്ത് ആരുമില്ല. ചെക്കന്മാരൊക്കെ ഇവിടെ പ്ലെയർ അടിച്ച് സെറ്റായി നിൽപ്പുണ്ട്. ഇവിടെ ഒമേഗ ടീമിന്റെ അടുത്തൊരു എ ഡ്രോപ്പ് വീഴുന്നുണ്ട്. അവരും പ്ലെയർ അടിച്ച് എല്ലാവരും കൂട്ടത്തോടെയാണ് പ്ലെയർ അടിച്ചത്. എന്തായാലും പ്ലെയർ നമുക്കൊന്ന് നോക്കാം. MK14 ഗ്രോസയുമാണ് ആ പ്ലെയറിനകത്തുള്ളത്. ഒമേഗയിലെ 4 പേരും സെറ്റാണ്. സീനില്ല. ചെക്കന്മാര് സെറ്റായിട്ട് തന്നെ നിപ്പുണ്ട്. ഒരു സീനുമില്ല. ചെക്കന്മാര് പ്ലെയർ ഒക്കെ അടിച്ച് ഒരു സീനുമില്ലാതെ സോണിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും പോടേന്ന് പറയുന്നുണ്ട് സെറോക്സ്. ഒരു വഴിയില്ലടാ, പോവാൻ ഒരു വഴിയില്ല. വേണം നീ പൊക്കോ. പോവല്ലേ അടിയോ വെറുതെ പറഞ്ഞത്. അതാ C4 ചെക്ക ടൈക്കോ പഴത്തിനെ അടിക്കുന്നുണ്ട്. ടൈക്കോ ബക്കോപ്പി വീഴുന്നുണ്ട്. ടൈക്കോ അക്കു BTC അടിക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ. അക്കു BTC ഒറ്റയ്ക്കാണ്. അക്കു BTC 1v4 ആണ് വരുന്നത്. അതാ 6x ഒക്കെ ഇട്ട് സ്പ്രേ ചെയ്ത് 1 കില്ല് കൺഫേം ആക്കി. 2 കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. ടൈക്കോയില് 3 പേര് മാത്രമേ ഉള്ളൂ. അതിൽ 2 പേര് നോക്കാണ്. അക്കു BTC വണ്ടി എടുത്തോണ്ട് റിവൈവ് എടുക്കാൻ പോകുന്നുണ്ട്. അക്കു BTCക്ക് അടി വരുന്നുണ്ട്. പക്ഷെ അടി വല്ലതും കൊണ്ട് ടീം അക്കു BTC വണ്ടി നിർത്തി റിവൈവ് എടുക്കുന്നുണ്ട്. റിവൈവ് എടുക്കാനായിട്ട് വണ്ടിയും കൊണ്ട് കുത്തിക്കുന്നുണ്ട്. അവിടെ നോക്കാം. C43 2 പേരുണ്ടോ? അതാണ് ഒരാളെ നോക്കും. 2 പേരുണ്ട്. എന്തായാലും വണ്ടി എടുത്തോണ്ട് ഇപ്പോഴേ കയറുവാണ്. അക്കു BTC ഒരു C4 ഒരു പ്ലെയർ റേഞ്ചറിനെ കൺഫേം ആക്കി വിടുന്നുണ്ട്. വണ്ടി എടുത്ത് റൈറ്റ് കറങ്ങുന്നുണ്ട്. അവിടെ ഒരു റിവൈവ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റിവൈവ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഹീല് ചെയ്യുന്നുണ്ട്. ബാൻഡേജ് മാത്രമേ ഉള്ളൂ. ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ. ഫസ്റ്റ് എയ്ഡ് എടുത്ത് അടിക്കേണ്ട ബഗ് അതാ ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നുണ്ട്. കല്ലിന്റെ ബാക്കില് ഫയർ ചെയ്യുന്നുണ്ട്. 3 പേരും ആ കല്ലിന്റെ ബാക്കിലാണ്. അപ്പുറത്ത് 2 പേര് ആ കല്ലിന്റെ ബാക്കിൽ. എന്ത് വേണം സംഭവിക്കാം. 3v2 സിറ്റുവേഷൻ ആണ്. വഴിയുണ്ട്. നീ കാട്ടാട് ജംഗ്ഷനിലെ ജോഡ് വാങ്ങിച്ചോ. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നത് ടൈക്കോ വേഴ്സസ് C4 ആണ് ഇവിടെ ഫൈറ്റ് കിടക്കുന്നത്. വണ്ടീനെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ടൈക്കോ പഴം 1 HP അടുപ്പിച്ചേ ഉള്ളൂ. ടൈക്കോ പഴം ഹീൽ ചെയ്യുന്നുണ്ട്. C4 ട്രാക്സോപ്പിയും മുസ്റ്റാണോ? എന്തായാലും 2 പേര് മാത്രമേ ഉള്ളൂ. 2 പേർക്ക് തോണി കയറണം. ചെക്കന്മാർ 2 പേര് തോണി കയറണം. ഇവിടെ നെമ്പോലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ടൈക്കോയിലെ പിള്ളേർ അടിക്കുന്നുണ്ട്. ടൈക്കോ വേഴ്സസ് C4 പിള്ളേരാണ് ഫൈറ്റ് നടക്കുന്നത്. ടൈക്കോയിലെ ബഗ്ഗോപ്പി നോക്കായിട്ടുണ്ട്. ഡ്രാക്സ് ആണ് നോക്കെടുത്തത്. നൈസായിട്ട് G360 ഇട്ടൊരു സ്പ്രേ. ടൈക്കോ ബഗ്ഗോപ്പി റിവൈവ് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് മരം ഫുള്ള് അടിക്കുന്നുണ്ട്. പക്ഷേ അക്കു BTC റിവൈവ് എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ടൈക്കോയിലെ 3 പേരുണ്ട്. പയ്യും സ്റ്റിൽ സ്റ്റാൻഡിങ്. അക്കു BTC റിവൈവ് എടുത്തിട്ടുണ്ട്. ബഗ്ഗോപ്പിനെ റിവൈവ് എടുത്തിട്ടുണ്ട്. അവരെ പോകാൻ വിടില്ലെന്ന് പറഞ്ഞ ടൈക്കോ പഴം G360 ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. 1 HP C4 മെയ്സ് ആണോ? 1 HP ആണ്. അവിടെ ടൈക്കോ പഴത്തിന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് ലെവൽ 3 ഹെൽമെറ്റ് ആയിരുന്നു എങ്കിലും തലമണ്ടയ്ക്ക് അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. ഹീല് ചെയ്യുന്നു. 4 ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഇനി 3 ഫസ്റ്റ് എയ്ഡ് ഉണ്ട് ടൈക്കോ പഴത്തിന്റെ കയ്യിലും. എന്തായാലും ഇവര് വലിയ ദൂരം തന്നെ സോണി പോണം. C4 വേഴ്സസ് ടൈക്കോയാണ് ഫൈറ്റ് കിടക്കുന്നത്. 2 റോഡിന്റെ അപ്പുറത്ത് സെറോക്സ് അവിച്ചോണ്ട് കേട്ടോ. ഒരു പ്ലെയർ നോക്ക്. C4 ഒരു പ്ലെയർ നോക്ക്. അതും മുൻകൂട്ടി അവർ വണ്ടി എടുത്ത് പുഷ് ചെയ്യുന്നുണ്ട്. ടൈക്കോ പഴം വണ്ടി എടുത്ത് കയറുന്നുണ്ട്. ബാക്കിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. അക്കു BTC ഒക്കെ കവർ കൊടുക്കുന്നുണ്ട്. ടൈക്കോ പഴം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി മോൾട്ടോവ് എന്നെ എടുത്തെറിയുന്നുണ്ട്. മോൾട്ടോവ് എടുത്തെറിഞ്ഞ് G360 പിടിച്ചോണ്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. മോൾട്ടോവ് എത്രത്തോളം ഡാമേജ് എടുക്കുന്നു. മോൾട്ടോവിൽ C4 ട്രാക്ക് വീഴുന്നുണ്ട്. അയ്യോ ഉത്തിയുടെ മുമ്പിൽ വീണിട്ടുണ്ട്. കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈക്കോ പഴത്തിനെ കൺഫേം ആക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് വൈകിപ്പോയി. അല്ലെങ്കിൽ ടൈക്കോ പഴത്തിന് അവിടെ കൺഫേം ആക്കൂലായിരുന്നു. എന്നാലും ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സോണ് നോക്കുമ്പോൾ ടൈക്കോയിലെ പിള്ളേരാണ് ഏറ്റവും സോണിന്റെ ദൂരത്ത് കിടക്കുന്നത്. അവരെന്തായാലും സോണിൽ കയറണം. ഇവിടെ ഫൈറ്റ് നടക്കുമല്ലോ. MRLS വേഴ്സസ് ടീം നമ്പർ 5 ബ്രെയിൻ വേഴ്സസ് MRLS ഫൈറ്റ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാരും ഒരു 10 മീറ്ററിന്റെ അകലം മാത്രമേ ഉള്ളൂ. എന്നാലും ബ്രെയിനെക്സിലെ 2 പേർ മാത്രമേ ഉള്ളൂ. 4 ടീം കിൽസോടെ ചെക്കന്മാർ സെറ്റ് ആയി നിൽപ്പുണ്ട്. എന്നാലും അവർക്കറിയാം ഇവിടെ ആളുള്ള കാര്യം. നെയ്ഡൊക്കെ ടോസ് ചെയ്യുന്നുണ്ട്. നെയ്ഡൊക്കെ ടോസ് ചെയ്ത് വല്ലതും പറ്റുമോ?
നോക്കട്ടെ. നെയ്ഡൊക്കെ ടോസ് ചെയ്ത് എത്ര ഐക്യൂര് നെയ്ഡൊക്കെ എറിയുന്നുണ്ട്, പക്ഷെ ഡാമേജ് എടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഡാമേജ് എടുക്കുന്നൊന്നുമില്ല. എന്തായാലും 2v2 സിറ്റുവേഷൻ ആണ് ഇവിടെ. MRLS രണ്ടുപേരും ബ്രെയിനിലെ രണ്ട് ടീമിൽ രണ്ടുപേരും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലൈവ് കാണുന്ന ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 8 പേര് ലൈവ് ചെയ്യുന്നുണ്ട്. നല്ല ഇവിടെ മോൾട്ടോവൊക്കെ എറിയുന്നുണ്ട്. മോൾട്ടോവൊക്കെ എറിയുന്ന അവിടെ FNDR അടിക്കുന്നുണ്ട്. അങ്ങോട്ട് എന്തായാലും പോണോന്നുണ്ട്. ഇവിടെ രണ്ട് ടീം ഫൈറ്റ് നടക്കുമ്പോൾ എങ്ങനെ പോകും? എന്തായാലും ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. FNDR ചെക്കന്മാരെ അടിച്ച ടീം നമ്പർ 25-നെയാണോ അടിച്ചത്? ഒമേഗയിലെ പിള്ളേരാണോ അടിച്ചത്? എന്തായാലും ഒമേഗയിലെ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഒമേഗയിലെ പിള്ളേരാണോ അടിക്കുന്നത്? ഉറപ്പായിട്ട് ഒമേഗ വേഴ്സസ് ടീം നമ്പർ 16 FNDR ഫൈറ്റ് നടക്കുന്നു. ഒമേഗ തീർന്നോ ചോദിക്കുന്നുണ്ട്. ഇല്ല മറ്റേ ഒമേഗ തീർന്നിട്ടില്ല. ഒമേഗ ഇവിടെ ഒരു കിണ്ണം കാഴ്ച ഫൈറ്റ് എടുക്കാൻ പോവുകയാണ്. ടീം നമ്പർ 25 വേഴ്സസ് ടീം നമ്പർ 16 ആണ്. 4v4 സിറ്റുവേഷൻ. ഒമേഗയുടെ 4 പേര് സ്റ്റാലിങ്ങനെ ഗ്രേഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. അതാ ഇദ്ദേഹം വീട്ടിന്റെ മണ്ടയിൽ എടുത്ത് നിന്ന് വീടിന്റെ മുകളിലൊക്കെ നിന്നിട്ട് മോൾട്ടോവൊക്കെ കയ്യിൽ പിടിച്ച് നിപ്പുണ്ട്. ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. 4v4 സിറ്റുവേഷൻ. ഒമേഗ വേഴ്സസ് ടീം നമ്പർ 14 FNDR. പൊക്കല്ലേന്ന് പറയുന്നുണ്ട്. MRLS എന്തോ മനസ്സിലായില്ല. എന്തായാലും MK14 എടുത്ത് ഒമേഗ സെറ്റായി നിപ്പുണ്ട്. ഒമേഗ ചെക്കൻ സെറ്റായി നിപ്പുണ്ട്. ഷോക്സ് ആണ്. ഡാരക്കോൺ അവിടെ നിപ്പുണ്ട്. 2 ഷോക്സ് ഉണ്ടോ? ഒമേഗയിൽ 2 ഷോക്സ് ഉണ്ട്. ഗുയിസ് ഇതാണ് രണ്ടുപേരെ പേരും ഷോക്സ് എന്നാ. ഉച്ചയൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്, പക്ഷേ വല്ല ഡാമേജ് ഒന്നും എടുക്കുന്നില്ല. 4v4 ഇവിടെ FNDRയുടെ 2 പേര് റൈറ്റ്, 2 പേര് ലെഫ്റ്റ്. ഒമേഗയുടെ 4 പിള്ളേർ സെറ്റ് ആണ്. അതാ ഒരാൾ റൈറ്റ് കറങ്ങുന്നുണ്ട്, ചെക്കൻ റൈറ്റ് കറങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടെ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഹോൾഡ് ചെയ്ത് നിപ്പുണ്ടായിരുന്നു. പ്ലെയർ അടിച്ചുകൊണ്ടാണോ ഇവിടെ ടീംസ് വന്നത്? എന്തായാലും നമുക്ക് നോക്കാം. ടീം നമ്പർ 16 വേഴ്സസ് ടീം നമ്പർ 25. ആരെങ്കിലും ഒക്കെ ഒന്ന് കയറി ഒന്ന് പുഷാക്കൂ. ചെക്കൻ ഇവിടെ വീട്ടിന്റെ മേഖലയിൽ G360 വെച്ച് സെറ്റായി നിപ്പുണ്ട്. എന്തായാലും ചെക്കൻ ഇവിടെ ചെക്കൻ എന്തായാലും ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോർ കാണാം. ചെക്കൻ ഇവിടെ നിന്ന് നൈസായിട്ട് ചെക്കന്റെ ഐക്ക് യൂസ് ചെയ്ത് മുകളിൽ കയറിയിട്ടുണ്ട്. എന്തായാലും നോക്കാതെ നോക്കിയിടുന്നുണ്ട്. ചെക്കൻ ഒമേഗയിലെ ചെക്കന് നോക്കിയിടുന്നുണ്ട്. FNDRയിലെ ചെക്കൻ നോക്കിയിടുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡരക്കൊണ്ടാണ് നോക്കായത്. അവിടെ റിവൈവ് എടുക്കുന്നില്ല. ഒമേഗയിലെ ചെക്കൻ കോർഡിനേറ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ ക്ലോസില് ഗ്രോത്ത് വേഴ്സസ് M4 ഗണ്ണ് ചേഞ്ച് ചെയ്ത് അടിക്ക്. നോക്കായിട്ടുണ്ട്. ഒമേഗയില് 3 നോക്ക്. ഒറ്റ പ്ലെയർ മാത്രം, ഷോക്സ് മാത്രം. ബാക്ക് അടി വരുന്നുണ്ട്, ഫ്രണ്ട് നിന്നും അടി വരുന്നുണ്ട്. എന്തായാലും ഒമേഗ ടീം നോ മോർ. ഒമേഗയിലെ FNDRയിലെ പിള്ളേർ ഫിനിഷ് ആക്കി വിടുന്നുണ്ട്. 7 പേര് ഇല്ല 7 ടീം കിൽസോടെ സെറ്റാണ് ഇപ്പോൾ. എന്നാലും ബ്രെയിൻ അടിക്കുന്നുണ്ട്. ബ്രെയിനിലോട്ട് ഒന്ന് പോയി നോക്കാം. ബ്രെയിനിലെ പിള്ളേർ ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 5 ആണ്. ബ്രെയിനിൽ എത്ര പേരുണ്ട്? ബ്രെയിനിൽ 2 പേരുണ്ട്. ടീം നമ്പർ 5 MRLS ഒരൊറ്റ ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. 2 കില്ലായിട്ട് 2 ടീം കിൽസ് ആയിട്ട് നിപ്പുണ്ട്. ഫാസ്റ്റിന് ഒരു കില്ലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറുക്കനൂടെ ഒറ്റയ്ക്കാണ്. അവിടെ നിന്ന് T2Dയിലെ പിള്ളേർ തേർഡ് പാർട്ടി അടിക്കുന്നുണ്ട്. T2D പിള്ളേർക്കാണ് അഡ്വാൻറ്റേജ്, കാരണം അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ കോമ്പൗണ്ട് ആയിട്ട് കില്ല് ഉമ്മൻ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. MSF ഫൈറ്റിംഗ് പൊക്കല്ലേ. കീപ് ഗോയിങ് ഹാക്കർ എന്ന് പറയുന്നുണ്ട്. പിന്നാലെ താങ്ക്സ് ഫോർ ദ സപ്പോർട്ടാ. ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു ആ വീട് പുഷ് ചെയ്യാനായിരിക്കും എന്നാ തോന്നുന്നത്. ഇല്ല ബാക്ക് ഇറങ്ങുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ടീം നമ്പർ 9 ടീം നമ്പർ 5 3 പേര് മാത്രമേ ഉള്ളൂ. T2Dയിലെ പിള്ളേർ ബാക്ക് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇവര് തമ്മിൽ എന്തോ ഫൈറ്റ് ഒന്നും എടുക്കാതെ 2 പേരും അവിടെ പരസ്പരം ഉള്ള കാര്യം അറിയാവോ എന്തോ. ഇവിടെ 2 പേരുള്ള കാര്യം ഇവർക്ക് അറിയാവോ, ഇവിടെ എനിമിയുള്ള കാര്യം അറിയാവോ എന്തോ. എന്തായാലും 2 ടീമും 2 ബിൽഡിങ്ങിൽ ഫൂട്ടൊന്നും കൊടുക്കാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിവേ ബാക്കി ടീംസിനെ നമുക്ക് നോക്കാൻ പറ്റില്ല. യൂട്യൂബ് ചാനൽ പിന്നാലെ വന്ന് താങ്ക്സ് ഫോർ സപ്പോർട്ടർ. 12 ടീമും 30 ലൈവ് ആണ് ഈ സോണിന്റെ അകത്ത്. ഏറ്റവും ക്ലോസ് നോക്കുമ്പോൾ ടീം നമ്പർ 5 ടീം നമ്പർ 19 ആണ്. ബ്രെയിനിലെ ചെക്കൻ്റെ ഉച്ചയൊക്കെ വെച്ച് ആളുള്ള കാര്യമൊക്കെ അറിയാൻ കേട്ടോ. ചെറുക്കൻ ഇവിടെ ഓടിച്ചാടി പോകുന്നുണ്ട്. ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. ചെക്കൻ അനങ്ങുന്ന പോലും ഇല്ല. ഒരൊറ്റ ഫൂട്ട് പോലും കൊടുക്കുന്നൊന്നുമില്ല. കേറി വന്ന അപ്പ അടിക്കാന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. ചെക്കൻ തുള്ളിച്ചാടി കേറി പോകുന്നുണ്ട്. എന്തെങ്കിലും നടക്കാത്ത വീടിനകത്ത് കേറി വരുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അതാ 2 പേരും കൂടെ വന്നിട്ട് ബ്രെയിനിലെ ചെക്കന്, സോറി ബ്രെയിൻ അല്ലല്ലോ, ഏതായിരുന്നു ചെക്കൻ? MRLSലെ ചെക്കനെ കൺഫേം ആക്കുന്നുണ്ട്. MRLS ടീം ഈസ് നോ മോർ ആൻഡ് ബ്രെയിൻ ടീം ആയിരുന്നു MRLSനെ ഫിനിഷ് ആക്കിയത്. എന്തായാലും 11 ടീമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറെ സീനൊന്നുമില്ല. സോണ് മാറിയിട്ടുണ്ട്. ടൈക്കോ ടീമിനും ബ്രെയിനിലെ പിള്ളേർക്കും R2Dയിലെ പിള്ളേർക്കും മാത്രമേ സോണുള്ളൂ. ഇവിടെ ഒരു ഫൈറ്റ് മല്ലു മാർസിന്റെ അടുത്തൂടെയാണ് ടീം നമ്പർ 20-യിലെ
പിള്ളേർ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഏത് റൂമാ ഹാക്കർ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഇത് ഒമേഗയുടെ എലൈറ്റ് റൂമാണ്, ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കേറി നോക്കുക. എന്തായാലും സോണിനകത്ത് 4 ടീം മാത്രമേ ഉള്ളൂ. C4 പിള്ളേർ ഇപ്പഴേ തന്നെ സോണിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവര് സോണിന്റെ എഡ്ജ് പിടിച്ച് നിൽപ്പുണ്ട്. അവർക്കറിയാം താഴെ പിള്ളേരുള്ള കാര്യം. വണ്ടി കണ്ടിട്ടുണ്ട്, അപ്പൊ ഉറപ്പായിട്ട് എനിമി കാണുമെന്ന് കൺഫേം ആക്കിയിട്ട് ഇവിടെ അതാ B4M അടിക്കുന്നുണ്ട്. B4M ചെക്കന്മാർ എവിടെയാ കിടന്നടിക്കണേ? അയ്യോ, റൈറ്റിലേക്ക് അടി വരുന്നുണ്ട്. B4M എവിടെ? B4M അല്ലായിരുന്നോ? അതാ ടീം നമ്പർ 14 B4M എംബർ. B4M ഇൻസൈൻ മാത്രമേ ഉള്ളൂ. ബാക്കി 3 എക്സൈഡിലെ പ്ലെയർ ആണ്. എന്തായാലും എംബർ വണ്ടി എടുത്ത് M4 3x ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും ടീം നമ്പർ 16 വേഴ്സസ് ടീം നമ്പർ 14 എയ്ഡൊക്കെ എറിയുന്നുണ്ട്. 4-9 ഒക്കെ വെച്ച് അടിക്കുന്നുണ്ട്. ടീം നമ്പർ 16 ഒരു പ്ലെയർ നോക്കാണ്. അവിടെ ZRM പിള്ളേർ കയറി വരുന്നുണ്ട്. ZRM തേർഡ് പാർട്ടി അടിക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും തൊട്ട് താഴെ FNDR M4 ഒക്കെ ഇട്ടിട്ട് നോക്കി നിപ്പുണ്ട്. സോണില്ല, സോണിൽ കയറി തന്നെ ആവണം. ഈ സോണിലൊക്കെ അത്യാവശ്യം ഡാമേജ് എടുക്കുന്നതാണ്. നെയ്ഡില് OP നെയ്ഡ് ഫ്രം ഇൻസൈൻ B4M. ഇൻസൈൻ B4M OP നെയ്ഡിൽ അതാ ഒരു നോക്ക് വീട്ടുണ്ട്. ഇൻസൈൻ B4M OP ആയിട്ട് നിപ്പുണ്ട്. 3 നോക്ക്. ബാക്കിൽ ഒറ്റ പ്ലെയർ കൂടെ. ഇൻസൈൻ BM ഒരു രക്ഷയില്ല. ഇൻസൈൻ ആണ് ചെക്കൻ. എന്തായാലും 3 നോക്ക് ഇട്ട് ഇൻസൈൻ B4M സെറ്റായി നിപ്പുണ്ട്. അവിടെ ടീം നമ്പർ 16 ഒരൊറ്റ പ്ലെയർ കൂടെ ഉള്ളൂ. FNDR ഒറ്റ പ്ലെയർ കൂടെ ഉള്ളൂ. ചെക്കൻ സോണിലോട്ട് കയറുവാണ്. ZRM അടിക്കുന്നുണ്ട്. ZRM നോക്കാം. ബാക്ക് FNDR ചെക്കനെ അടിക്കുന്നുണ്ട്. ചെക്കൻ 20 HP അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. ചെക്കൻ എന്തായാലും ഹീൽ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമുക്ക് വേറെ നോക്കാം. എന്തായാലും എല്ലായിടത്തും ഒന്നിച്ചാണ് ഫൈറ്റ് വരുന്നത്. എല്ലാ ഫൈറ്റും ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റുന്നില്ല, സോറി കേട്ടോ. എന്നാലും ZRM അടിക്കുന്നുണ്ട്. ZRMന്റെ തൊട്ടടുത്തൂടെ LTയിൽ പിള്ളേർ കയറി വരുന്നുണ്ട്. LTയിൽ ഒരു പ്ലെയറെ നോക്കാം. LTയിൽ 3 പേര് മാത്രമേ ഉള്ളൂ. LTയിൽ 2 പ്ലെയർ സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണ്. തൊട്ടടുത്ത് ZRMലെ ചെക്കൻ ഉണ്ട്. റിവൈവ് എടുക്കാൻ പറ്റുമോ? റിവൈവ് എടുക്കും. ടച്ച് ചെയ്ത് പാണ്ഡേനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ZRMലെ ക്ലൗഡ് 2 HP മാത്രമേ ഉള്ളൂ. ക്ലൗഡ് ശരി എന്നാ ഫസ്റ്റ് അടി യൂസ് ചെയ്തിട്ട് 1 സെക്കൻഡ് ഉള്ളപ്പോ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും അവിടെ നാർഡീസലിലെ ചെക്കൻ ഓകൊക്കെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ZRMലെ ചെക്കനെ ഒന്നുകൂടെ നോക്കട്ടെ. ചെക്കൻ അവിടെ ഒറ്റയ്ക്കാണ്. മെഗലില് 2 പേരായിരുന്നു. അതെവിടെ ഫൈറ്റ് എവിടെ നടന്നേ? എവിടെയൊക്കെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഗുയിസ് എന്തായാലും LTയിലെ പാണ്ട അടിക്കുന്നുണ്ട്. LT ടീംസിൽ 1 കില്ലുമായിട്ട് LT ടീം നിൽക്കുന്നുണ്ട്. എന്തായാലും അവര് സോണി കയറണം. മിക്ക ടീമും സോണി കയറണം. ടൈക്കോല ടീമും സോണി കയറണം. ടീം നമ്പർ ബ്രെയിൻ 5th ടീമിനും 18th ടീമിനും മാത്രമേ സോണുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടീമും സോണിൽ കയറണം. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇനി വരുന്ന ഫൈറ്റിലെ എല്ലാ ഫൈറ്റും ഒന്നിച്ച് വരുമ്പോൾ എല്ലാ ഫൈറ്റും ഒന്നിച്ച് മിസ്സാവുമെന്ന് തോന്നുന്നു. എന്നാൽ ടൈക്കോ അക്കോ BTC ഇവിടെ വീട്ടിന്റെ മുകളിൽ സ്മോക്ക് ഒക്കെ ഇട്ടിട്ട് ചെക്കൻ ടൈക്കോ ടീം 9 ടീം കില്ലുമായിട്ട് നിൽപ്പുണ്ട്. 2 പ്ലേയേഴ്സ് കൂടെ ഉള്ളൂ ടൈക്കോയിലെ. ബാക്കി 2 പ്ലേയേഴ്സിനെ അവർക്ക് നേരത്തെ നഷ്ടമായതാണ്. ടൈക്കോ സ്ട്രോങ് വൈറ്റ്. എന്തായാലും അക്കു BTC M4 M7 കോംബോയാണ്. അവരെന്തായാലും സോണിൽ കയറണം. B4M ഇൻസൈൻ്റെ കളി ഒരു രക്ഷയില്ല കേട്ടോ. ഇൻസൈൻ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഇൻസൈൻ B4M. ചെക്കൻ നല്ലപോലെ തന്നെ കളിക്കുന്നുണ്ട്. കൊമിക് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. കൊമിക് ഉണ്ടായിരുന്നു ബ്രോ. അൺഫോർച്ചുനേറ്റ്ലി അവൾ വൈപ്പായി പോയിട്ടുണ്ട്. എന്തായാലും 10 പേര് കാണുന്നുണ്ട്. ഇതില് ഒമേഗ തീർന്നോ ചോദിക്കുന്നുണ്ട്. ബ്രോ C43 M24 ഇട്ട് അടിക്കുന്നുണ്ട്. ഒമേഗ തീർന്നോന്ന് ചോദിക്കുന്നുണ്ട്. ഒമേഗ തീർന്നിട്ടുണ്ട് ബ്രോ. ഒമേഗ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിലെ ഫൈറ്റ് ടൈക്കോലെ ചെക്കൻ അടിക്കുന്നുണ്ട്. ടൈക്കോലെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കി നോക്കാം. ടൈക്കോ ബഗ് ഓപ്പിയാണ് അടിക്കുന്നത്. M4 ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ടൈക്കോ ബഗ് ഓപ്പിക്ക് സോണുണ്ട്. മല്ലു മാർസ് അടിക്കുന്നുണ്ട്. മല്ലു മാർസ് അവിടെ G3 6 ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. മല്ലു മാർസിനെ നോക്കാം. മല്ലു മാർസ് G3 6 ഒക്കെ ഇട്ട് T2Dയിലെ ചെക്കനെയാണ് അടിക്കുന്നത്. ബീസ്റ്റ് അടിക്കുന്നുണ്ട്. മല്ലു മാർസ് അടിച്ചതും നമ്മുടെ ബീസ്റ്റ് കഥപടച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് സോണുണ്ട്. അതുപോലെ ഒരു ഷാക്ക് കവർ ഉണ്ട്. LT പാണ്ട അടിക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്നിച്ച് ഫൈറ്റ് വന്നാൽ ഞാൻ എങ്ങനെ ഫൈറ്റ് സെറ്റ് ചെയ്യുന്നതിൽ കഥ പഠിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. ടീം നമ്പർ 21 T2Dയിലെ പിള്ളേർ സോണി കയറാൻ അവിടെ സ്മോക്ക് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടൈക്കോ ബഗിനെ അടിച്ച് കൺഫേം ആക്കുന്നുണ്ട്. LTയിലെ മെഗാ വൈറ്റ് ചെയ്യുന്നത് സ്മോക്ക് ഒക്കെ ഇട്ട് കയറുന്നുണ്ട്. മാർസിലെ പിള്ളേർ അടിക്കാനായിട്ട് അതാ റിബലിനെ നോക്കാക്കിയിട്ടുണ്ട്. അത് ലോകം C43 പിള്ളേർ അടിച്ചതാണ്. C43 പിള്ളേർ അതാ കില്ല കൊണ്ടുപോയിട്ടുണ്ട്. T2Dയിലെ പിള്ളേർ റൈറ്റും ലെഫ്റ്റ് ഒക്കെ കറങ്ങി വരുന്നുണ്ട്. എന്തായാലും റാംബോനെ നോക്കാം. റാംബോ ഇല്ലേ ഇത്? മാത്രം ബീസ്റ്റ് ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. എന്റെ പൊന്നോ, ബീസ്റ്റ് ഓപ്പി ആയിട്ട് നിപ്പുണ്ടായിരുന്നു. പക്ഷേ ബീസ്റ്റാടാ R2Dയിലെ ചെക്കന്മാരെ ഫിനിഷ് ആക്കി വിടുന്നുണ്ട്.
ഇവിടെ എക്സൈറ്റിലെ ഫൈറ്റ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്റെ പോലും ഇജാതി ഫൈറ്റ് എല്ലായിടത്തും ഒന്നിച്ചാണ് ഫൈറ്റ് വരുന്നത്. LT-യിലെ മെഗാ വൈറ്റിനെ കൺഫേം ആക്കുന്നുണ്ട് MK14 ഒക്കെ വെച്ചിട്ട്. C4-ലെ അപ്പെക്സ് വൈറ്റി അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 4 ടീമും 11 അലൈവുമാണ് ഈ സോണിലുള്ളത്. എന്തായാലും സോൺ അഡ്വാൻറ്റേജ് ആകെപ്പാടെ ഉള്ള ടീം 14 മാത്രമാണ്. ബാക്കി ടീമൊക്കെ സോണിൽ കയറി തന്നെയാണ്. നമുക്ക് ടീംസ് നോക്കുമ്പോൾ 4v 1v2 ആണ്. മാർച്ചില് 2 പേരുണ്ട് കേട്ടോ. മല്ലുവിനെയൊക്കെ റിവൈവ് എടുത്തിട്ടുണ്ട്. ബീസ്റ്റ് 5 കില്ലുമായിട്ട് OP ആണ് നിപ്പുണ്ട്. C4-ലെ ചെക്കൻ വണ്ടി എടുത്തോണ്ട് കേറിയിട്ടുണ്ട്. ഞാൻ ഈവനിങ് റെയ്ഡ് തന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാ ഓളിനുണ്ട് ആരോട് നമുക്ക് താങ്ക്സ് പറയുമല്ലോ. താങ്ക്സ് ലോട്ട്. എന്തായാലും നോക്കാം. വീട്ടിനകത്തോട്ട് കേറി പുഷ് ചെയ്യുന്നുണ്ട്. C4-ലെ സൈക്കോ കിഡ് കേറിയിട്ടുണ്ട്. സൈക്കോ കിഡ് എന്ത് ചെയ്യാൻ നോക്കാം. സൈക്കോ കിഡ് M4 ഇട്ട് അടിക്കുന്നുണ്ട്. സൈക്കോ കിഡ് നോക്കാക്കുന്നുണ്ട്. 2 പേര് C4-ലെ 2 പേര് മാത്രമേ അലൈവ് ആയിട്ടുള്ളൂ, സ്റ്റാൻഡിങ് ആയിട്ടുള്ളൂ. കില്ല് കൺഫേം ആക്കുന്നുണ്ട്. സോഡിയാക്കിങ് ആണോ? സൈക്കോ കിഡ്സും ഇൻഫിനിറ്റി മാത്രം അലൈവ്. അതാ അടിക്കുന്നുണ്ട്. ടീം 14 അടിക്കുന്നത്. സൈക്കോ കിഡ് അതാ അടിച്ച് നോക്കാക്കുന്നത്. ഇൻഫിനിറ്റി അടിക്കുന്നുണ്ട്. 2 പ്ലെയർ സ്റ്റിൽ സ്റ്റാൻഡിങ്. ഇൻഫിനിറ്റി C4-3 അതാ എക്സൈറ്റിലെ പിള്ളേരെ കൺഫേം ആക്കുന്നുണ്ട്. C4-ലെ ചെക്കന്മാർ OP ആയിട്ട് നിപ്പുണ്ട്. 8 ടീം കില്ലുമായിട്ട് നിപ്പുണ്ട്. അളിയ സൗണ്ട് ലാഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തുവാടാ ഗൺ സൗണ്ട് ഞാൻ പറയുന്നതാണോ? എനിക്ക് സീൻ എന്താന്ന് അറിയാൻ വേണ്ട. എന്തായാലും സോണിലെ 3 ടീമുമാർ അലൈവുമാണ്. ഇവിടെ ഈ C4-3-ലെ 3 പേര് നിപ്പുണ്ട്. മാർച്ചിലെ 2 പേര്. 2 പേർക്ക് എന്ത് വേണോ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. പിന്നെ നമ്മുടെ ടീം നമ്പർ 16 FND6-ല് ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. ചെറുക്കൻ സോണിൽ കേറിയിട്ടില്ല. 7 സെക്കൻഡ് കൂടെ ഇല്ല, 10 മീറ്ററും കൂടെ 7ാമത്തെ സോണാണ്. സോൺ അഡ്വാൻറ്റേജ് ഉള്ളതാകപ്പാടെ ടീം. സോൺ അഡ്വാൻറ്റേജ് 2 ടീമിൽ സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. ഗൺ സൗണ്ട് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്ത് സീനാന്ന് അറിഞ്ഞൂടാ മുത്തേ. സോറി ഫോർ ദാറ്റ്. എനിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അതിന് അടുത്ത് ലൈവ് റീസ്റ്റാർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ തോന്നുന്നു. ചെക്കൻ സോണി കയറിയിട്ടുണ്ടോ? ചെക്കൻ സോണി കയറിയിട്ടുണ്ട്. MK14 M4 വെച്ച് സെറ്റായി നിപ്പുണ്ട്. മാർച്ചിലെ 2 പേര്, FNDR-ലെ ഒരാള്, പിന്നെ C4-3-ലെ 3 പേര്. എന്തായാലും 3 പേരുള്ള ഒരൊറ്റ ടീം മാത്രമേ ഉള്ളൂ. C4-3 ചെക്കന്മാർക്ക് സോണുണ്ട്. സോണ് മാറി കേട്ടോ. 8ാമത്തെ സോൺ ആയിട്ടുണ്ട്. ഈ സോൺ നോക്കുമ്പോൾ ഉണ്ട്. മാർച്ചിലെ പിള്ളേർക്ക് സോണുണ്ട്. അവരുടെ ഷാക്കും പിടിച്ചിരിപ്പുണ്ട്. 7 ടീം കില്ലുമായിട്ട് സെറ്റായിട്ട് നിപ്പുണ്ട്. ഒന്നും പറയല. ദേ ആർ OP. 5 കില്ലുമായിട്ട് ബീസ്റ്റ് OP ആയിട്ട് നിപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും 37 സെക്കൻഡ് ഇവിടെ സോണിൽ കേറണം. അതാ കണ്ടിട്ടുണ്ട്. FNDR-ലെ ചെക്കനെ കണ്ടിട്ടുണ്ട്. ചെക്കനാണ് നെയ്ഡ് വന്നത് ഫ്രം C4-3 ടീം. എന്തായാലും ചെക്കനെ സോണി കയറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെക്കനെ നോക്കി നിപ്പുണ്ട് C4-3-ലെ ചെക്കന്മാരും. എന്തായാലും 3 പേര്, ഒരാള്, 2 പേര്. ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ കണക്ക്. 5 പേര് ലൈവ് വാച്ചുന്നുണ്ട്. ചാനൽ സബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും 3 ടീം 8 സെക്കൻഡ് കൂടെ സോൺ സ്റ്റാർട്ട് ആവാനായിട്ട് സോണി കയറാനായിട്ട് സ്മോക്ക് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്മോക്ക് ഒക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ സോൺ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. C4-3-ലെ 3 പേരും. ഈ FNDR-ലെ ഒറ്റ പ്ലെയർ സോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അന്യായ ഡാമേജ് ആണ് സോൺ എടുക്കുന്നത്. കില്ല് കൊടുക്കില്ലെന്നും പറഞ്ഞ് ഔട്ട് ഓഫ് സോൺ തന്നെ നിൽക്കുവാണ്. ചെറുക്കൻ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാ ഇറങ്ങി ഓടുന്നുണ്ട്. ആ തട്ടും കാത്ത് തന്നെയാണ് ഇവിടെ സൈക്കോ കിട്ടുന്നത്. എന്തായാലും ആ കില്ല് സൈക്കോ കിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 2v3 സിറ്റുവേഷൻ. ടീം നമ്പർ 18 വേഴ്സസ് ടീം നമ്പർ 24 ആണ്. മാർസ് വേഴ്സസ് C4-3 ആണ് ഫൈറ്റ് നടക്കുന്നത്. ലാസ്റ്റ് 8ാമത്തെ സോണാണ്. സോൺ തുടങ്ങിയിട്ടുണ്ട്. ടീം നമ്പർ 24-ന് മാത്രമേ സോണുള്ളൂ. ടീം നമ്പർ 18 കയറി വരുന്നുള്ളൂ. ടീം നമ്പർ 18-ലെ ചെക്കന്മാർ സോണിലും കയറിയിട്ടുണ്ട്. നെയ്ഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. ഇൻഫിനിറ്റി ഒരു നോക്കിടും. മല്ലു മാർച്ച് നോക്കിടുന്നുണ്ട്. മല്ലു മാർച്ച് കൺഫേം ആക്കി വിടുന്നുണ്ട്. 2v2 ആക്കിയിട്ടുണ്ട്. 3v2-നെ 2v2 ആക്കിയിട്ടുണ്ട്. മാർസും C4-3 അത് അവിടെ അപ്പുറത്തെ പാറന്റെ ബാക്കിലാണ് 2 പേര്. സോണിപ്പൊ ടച്ച് ആവും. എന്തായാലും സോണിപ്പൊ ടച്ച് ആവുന്നതായിരിക്കും. നെയ്ഡൊക്കെ എറിയുന്നുണ്ട്. നെയ്ഡൊന്നും വലിയ ഡാമേജ് ഒന്നും എടുക്കുന്നില്ല. ബീസ്റ്റ് അവിടെ നിന്ന് ഷാക്കിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതാ നെയ്ഡ് തൊട്ട് ഫ്രണ്ടി വന്ന് വീട് പൊട്ടുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു ഡാമേജും വരുന്നില്ല. ഇതെന്താ അടുത്ത സോൺ മാറ്റിയിട്ടുണ്ട്? ഇതാണോ ലാസ്റ്റ് സോൺ? ഇതാണോ? ഇല്ല, ഒരു സോണും കൂടെ ഉണ്ട്. ഇല്ല, അതോ ഹീലിംഗ് ബാരലാണോ? എന്തായാലും ടീം നമ്പർ 24-ഉം ടീം നമ്പർ 18-ഉമാണ് ചിക്കൻ ഡിന്നർ ആര് കൊണ്ടുവന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മാർച്ചിലെ പിള്ളേർ 8 ടീം കില്ലായിട്ട് സെറ്റായി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ 9 ടീം കില്ലുമായിട്ട് C4-3-ലെ പിള്ളേർ നെയ്ഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. പക്ഷെ നെയ്ഡൊന്നും ആർക്കും വലിയ ഡാമേജ് ഒന്നും എടുക്കുന്നില്ല.
ബീസ്റ്റ് സ്മോക്ക് ഒക്കെ കയ്യിൽ പിടിച്ച് നിൽപ്പുണ്ട്. എന്നാലും സോണിൽ കയറണം, എന്നാലും കുറച്ചുകൂടെ അകത്തോട്ട് കയറണം എന്ന് കരുതിയിട്ടായിരിക്കും. 23 സെക്കൻഡ് കൂടെ ഉള്ളൂ സോൺ വരാനായിട്ട്. എന്തായാലും ലാസ്റ്റ് സർക്കിൾ ആണ്. ഹീൽ ബാറ്റിന് വേണ്ടി നിൽക്കേണ്ടി വരുമോ? എന്തായാലും രണ്ട് ടീമും സെന്ററിൽ പോലും അല്ല, രണ്ട് ടീമും രണ്ട് എഡ്ജിലാണുള്ളത്. ഏത് ടീമിന് വേണമെങ്കിലും ചിക്കൻ ഡിന്നർ കിട്ടാം. എനിക്ക് ഇപ്പൊ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. 2v2 സിറ്റുവേഷൻ ആണ്. രണ്ടുപേർക്കും സോണില്ല. എന്തായാലും രണ്ടുപേരും എന്തായാലും സോണ് തുടങ്ങിയിട്ടുണ്ട്. മല്ലു മാർട്ടിനാണ് അടിക്കുന്നത്, വണ്ടീനെ അടിക്കുന്നുണ്ട്. മല്ലു മാർട്ടിന് അത്യാവശ്യം അടി കിട്ടുന്നുണ്ട്. മല്ലു മാർട്ടിൻ നോക്കായിട്ടുണ്ട്. ബീസ്റ്റ് ഔട്ട് ഓഫ് സോൺ നിൽക്കുവാണ്. ബീസ്റ്റ് കില്ല് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ബീസ്റ്റ് ഔട്ട് ഓഫ് സോൺ വീണിട്ടുണ്ട്. ചിക്കൻ ഡിന്നർ 4-3 ടീം ചെക്കന്മാർ സെറ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. വിന്നർ ചിക്കൻ ഡിന്നർ ഫോർ ടീം C43 പോലെയാണ് ചെക്കന്മാര് കളിച്ചത്. 9-11 കില്ലുമായിട്ട് ചിക്കൻ ഡിന്നർ C43 കൊണ്ടുപോയിട്ടുണ്ട്. മാസിലെ പിള്ളേര് 8 കില്ലുമായിട്ട് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ FNDRലെ പിള്ളേർ 4, 6, 8, 9 കില്ലുമായിട്ട് നല്ലപോലെ കളിച്ചായിരുന്നു. എന്തായാലും ഫോർത്ത് പൊസിഷൻ X8, ഫിഫ്ത്ത് പൊസിഷൻ LT, സിക്സ്ത് പൊസിഷൻ ടൈക്കോ, സെവൻത് പൊസിഷൻ R2T, എയ്ത്ത് പൊസിഷൻ ബ്രെയിൻ, നയൻത് പൊസിഷൻ ടീം RDZ, 10th പൊസിഷൻ ZRM, 11th പൊസിഷൻ ക്രൗഡ്, 12th പൊസിഷൻ MRLS, 13th പൊസിഷൻ ഒമേഗയുടെ ടീമാണ്, 14th പൊസിഷൻ C4, 15th പൊസിഷൻ MMX, 16th പൊസിഷൻ ഗോർക്ക, 17th പൊസിഷൻ ഫെയ്ത്ത് ആൻഡ് 18th പൊസിഷൻ കൊമിക്. എന്തായാലും നിങ്ങൾ ഇത്ര കണ്ടുകൊണ്ടിരുന്നത് ഒമേഗയുടെ എലൈറ്റ് സ്ക്രിംസ് ആയിരുന്നു. എനിവേ എന്തായാലും ഇത്ര സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. എന്തായാലും മറ്റൊരു ലൈവായിട്ട് എത്തുന്നതായിരിക്കും. എന്തായാലും താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. കീപ്